നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി വരുവാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തിരുച്ചി ഉൾപ്പെടെ ജോസഫ് വിജയ് രാജിവെക്കുന്ന ഒരു നിയോജക മണ്ഡലം ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലാണ് ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ അണ്ണാമലൈ മത്സരിക്കുമോ ഇല്ലയോ, അണ്ണാമലയുടെ പാർട്ടി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭൂമികയിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. മത്സരിക്കാനും മത്സരിക്കാതിരിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൻ്റെ പ്രധാന കാരണം അണ്ണാമലൈ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയെ രൂപീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അതിനെ ഒരു പ്രസ്ഥാനമായിട്ട് ഇയക്കം എന്ന് പറയും. അതിനെ ഇനിയേ കക്ഷിയാകുള്ളൂ. ഇയക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു NGOയുമായിട്ട് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം. മലയാളത്തിന് അതിന് കൃത്യമായിട്ടുള്ളൊരു പദം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. ഇപ്പോൾ അതൊരു രാഷ്ട്രീയ കക്ഷിയല്ല. അണ്ണാമലയുടെ ആ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭാവിയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു 6 മാസത്തോളമുള്ള പരിശീലനം നൽകി രാഷ്ട്രീയ കക്ഷിയായി രൂപാന്തരപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ അണ്ണാമലൈ സ്ഥാപിച്ചിരിക്കുന്നത്. വി ദ ലീഡേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിലൂടെ ഏതാണ്ട് 18 ലക്ഷത്തോളം പേർ കൃത്യമായി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 25 ആണെന്നും പറയപ്പെടുന്നു. 18 ലക്ഷമാണ് അവസാനമായി അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന കണക്കുകൾ. അത്തരത്തിലുള്ളൊരു മുന്നേറ്റം അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇനി അടുത്ത വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ട് അണ്ണാമലൈ കളത്തിലിറങ്ങുമോ എന്നുള്ളതാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം. ആദ്യമേ പറഞ്ഞതുപോലെ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അണ്ണാമലയും വിജയും നേർക്കുനേരെ ഏറ്റുമുട്ടുമോ എന്ന് അറിയുവാനുള്ളൊരു താല്പര്യം. ആ ഏറ്റുമുട്ടലിൽ ആര് വിജയിക്കും? അണ്ണാമലൈ വിജയ്ക്ക് പകരക്കാരനാകുമോ, വിജയ് അണ്ണാമലൈക്ക് എതിരാളിയാണോ എന്നുള്ളതാണ് ഈ കൗതുകത്തിൻ്റെയും ഈ ചോദ്യങ്ങളുടെയും എല്ലാം പിന്നിലുള്ള പ്രേരണകൾ. ഈ പ്രേരണകൾ എന്തുകൊണ്ടുണ്ടാകുന്നുവെന്ന് ചോദിക്കുന്നതും അതും ഒന്ന് പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കും. അണ്ണാ DMKയും DMKയും ഇപ്പോൾ ചിത്രത്തിലേ ഇല്ല എന്നുള്ള തരത്തിലാണ് രാഷ്ട്രീയ ചർച്ചകൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്. അണ്ണാ DMKയുടെ കാര്യത്തിൽ അതൊരു പരിധിവരെ സത്യമാണ് താനും. കാരണം എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ അണ്ണാ DMKയുടെ പതനം ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. ആ രാഷ്ട്രീയ കക്ഷി പൂർണ്ണമായി ഇല്ലാതായി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശരിക്കും ഒരു പ്രാദേശിക കക്ഷിയായി മാത്രം ഒതുങ്ങുന്ന തരത്തിലേക്ക് അണ്ണാ DMK കൂപ്പുകുത്തിയിരിക്കുന്നു. പ്രേക്ഷകർ ആലോചിക്കുക, MGR, ജയലളിത ഇത്തരത്തിൽ 2 വലിയ പ്രഭാവശാലികളായിട്ടുള്ള നേതാക്കൾ കൊണ്ട് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ നേതൃസ്ഥാനം വഹിച്ചിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് അണ്ണാ DMK. എടപ്പാടി പളനിസ്വാമിയുടെ വികലമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ, BJPയോടുള്ള മനോഭാവം, അണ്ണാമലയോടുള്ള മനോഭാവം, ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഇത്തരത്തിലൊരു പതനത്തിലേക്ക് AIADMK എത്തിച്ചത്. മറുവശത്ത് DMK ദ്രാവിഡവാദത്തിൻ്റെ ഏറ്റവും ശക്തരായ പ്രചാരകർ. അടിസ്ഥാനപരമായി തെന്നിന്ത്യക്ക് ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആശയം അല്ലെങ്കിൽ ഒരു പ്രാദേശികവാദത്തിൻ്റെ ആശയമാണ് ഈ ദ്രാവിഡവാദം. കഴിഞ്ഞ 75 വർഷങ്ങളായി ആ ഒരാശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ മുറുകെ പിടിച്ചു എന്ന് പറയുന്നത് ആ ഒരു ആശയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള അടിസ്ഥാനമോ അല്ലെങ്കിൽ ഒരു പ്രാദേശികമായിട്ടുള്ള പൈതൃകപരമായിട്ടുള്ള അടിസ്ഥാനമോ ഇല്ല. അടിസ്ഥാനപരമായിട്ട് EV രാമസ്വാമി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം നേട്ടങ്ങൾക്കായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കപടവാദമാണ്, കാപട്യം നിറഞ്ഞൊരാശയമാണ് ഈ ദ്രാവിഡവാദം എന്നുള്ളത്. അതിൻ്റെ ഒരു ഉള്ളുകള്ളികളിലേക്ക് പലപ്പോഴായി ചർച്ചകൾ മുൻപും തന്നെ തത്വമേ ന്യൂസ് കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ട് വീണ്ടും അതിനെ ആവർത്തിച്ച് പ്രേക്ഷകരുടെ ഈ ഒരു സമയം ഞാൻ കളയുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ആശയങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ തുടരുകയും ചെയ്യാം. പക്ഷേ ഇത്തരത്തിലുള്ള വികലമായ ഒരാശയത്തെ മുറുകെ പിടിച്ചാണ് DMK മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിലുള്ള പരാജയത്തോടു കൂടി ഇനി അടുത്ത ഒരു 5 വർഷങ്ങൾ അധികാരത്തിൽ ഇരിക്കാതെ അല്ലെങ്കിൽ അധികാരം കയ്യിലില്ലാതെ പാർട്ടിക്ക് കെട്ടുറപ്പോടെ തുടർന്നു പോകുവാൻ സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി, കഴിഞ്ഞ 75 വർഷങ്ങളിലെ ചരിത്രത്തിലാദ്യമായി DMKയുടെ മുന്നിലുണ്ട്. ആലോചിക്കുക, 1991 തിരഞ്ഞെടുപ്പിൽ, രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട, ഒരു സീറ്റ് പോലും ലഭിക്കാതെ കരുണാനിധി മാത്രം വിജയിച്ചു. അദ്ദേഹം പിന്നീട് അത് രാജിവെച്ചു. അത്തരത്തിലുള്ളൊരു പരാജയം കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് DMK. കരുണാനിധിയെക്കുറിച്ച് എന്ത് വിമർശനങ്ങളും നിങ്ങൾ മുന്നോട്ട് വെച്ചോളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിലെ ഒരു മെയ്വഴക്കത്തിന്
തമിഴ്നാട്ടിൽ പകരക്കാരില്ല എന്നുള്ളതാണ് സത്യം. കാരണം DMK ഈ 75 വർഷങ്ങളുടെ അവരുടെ ഒരു പാരമ്പര്യത്തിൽ അധികാരത്തിലിരുന്നതിനേക്കാൾ കൂടുതൽ അധികാരമില്ലാത്തൊരവസ്ഥയിൽ കഴിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു 2/3 ഭാഗം, ഈ 75 വർഷത്തിൻ്റെ 2/3 ഭാഗം അവർക്ക് അധികാരം കയ്യിലുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും കെട്ടുറപ്പോടുകൂടി ഈ ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്കെന്നല്ല ഏക പങ്ക് വഹിച്ചിരുന്നത് കരുണാനിധിയാണ്. MK സ്റ്റാലിന് കരുണാനിധിയുടെ ആ ഒരു വൈഭവമില്ല, ആ ഒരു മെയ് വഴക്കമില്ല. കൃത്യമായിട്ട് ആരെയും തോറ്റാലും പരാതിയില്ല, ജയിച്ചാൽ അതിലൊരു അഹങ്കാരം കാണിക്കുന്നുമില്ല. അകത്ത് അഴിമതി, മറ്റ് പ്രവർത്തനങ്ങൾ, മക്കൾ, രാഷ്ട്രീയം ഇതെല്ലാം ചെയ്യും. പക്ഷേ ഒരു പൊതു മണ്ഡലത്തിൽ അഹങ്കാര പ്രദർശനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഞങ്ങൾ ജയിക്കാത്തത് നിങ്ങളുടെ കുഴപ്പമാണ്, ഈ പറയുന്നത് തോറ്റത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ത്രിപുരയാണ് എന്നുള്ള സ്വരാജിൻ്റെ ലൈനിൻ്റെ മറ്റൊരു വേർഷൻ ആണിപ്പോൾ തമിഴ്നാട്ടിൽ DMK കയ്യിലെടുത്തിരിക്കുന്നത്. അത് അവരുടെ പതനത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദ്രാവിഡ കക്ഷികളെന്ന് പറയുന്ന AIADMK ആയാലും പ്രധാന ദ്രാവിഡ കക്ഷിയായ DMK ആയാലും ഇപ്പോൾ ചിത്രത്തിലേ ഇല്ല എന്നുള്ള തരത്തിലാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അണ്ണാമലൈ മത്സരിക്കുമെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. കാരണം കൃത്യമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിൽ അണ്ണാമലൈ ഇറങ്ങുന്നത് വിജയുമായിട്ടാണ്. ആ വിജയിയോടുള്ള ഏറ്റുമുട്ടലിൽ ഒരു വിജയസാധ്യത എങ്കിലും കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അണ്ണാമലൈക്ക് സാധിച്ചില്ലെങ്കിൽ ആദ്യമേ തന്നെ വണ്ടി സെൽഫ് എടുക്കുന്നില്ല എന്ന് തമിഴനങ്ങ് പറയും. അണ്ണാമലയുടെ വണ്ടി സെൽഫ് എടുക്കുന്നില്ല എന്ന് തമിഴൻ്റെ ഒരു പ്രയോഗമാണത്. ആ പ്രയോഗത്തിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടി അണ്ണാമലയ്ക്കുണ്ടാകും. അത് അണ്ണാമലയ്ക്കും നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി മാത്രമേ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അണ്ണാമലൈ ഇറങ്ങുകയുള്ളൂ. തിരഞ്ഞെടുപ്പ് കളത്തിൽ അണ്ണാമലൈ ഇറങ്ങുവാൻ ഏറ്റവും സാധ്യതയുള്ളത് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഏറെ വൈകാതെ, 1 വർഷത്തിനുള്ളിൽ തമിഴ്നാട്ടിൽ. ആ തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായൊരു സാന്നിധ്യമായി വിജയ്ക്ക് ശക്തമായൊരു വെല്ലുവിളിയായി അണ്ണാമലൈ ഉണ്ടാകും. വിജയ് ആ സമയത്ത് നേരിടാൻ പോകുന്നത് 2 പ്രശ്നങ്ങളാണ്, 2 എതിരാളികളെ ആയിരിക്കും. ഒന്ന് അണ്ണാമലൈ നേരിട്ടുള്ള എതിരാളി, 2 ദ്രാവിഡ കക്ഷികൾ. ഇപ്പോൾ തന്നെ ദ്രാവിഡ കക്ഷികളിലെ പഴയ ചിന്തകർ, അവരുടെ കൂട്ടത്തിൽ ഈ ദ്രാവിഡവാദം മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് ചിന്തകരുണ്ട്. രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാതെ, തിരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കാതെ ദ്രാവിഡ കക്ഷികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലുമുണ്ട്, ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ മാതൃസംഘടനയായ ദ്രാവിഡ കഴകത്തിലുമുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോഴേ ഉയർന്നു വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും രണ്ടും അണ്ണൻ തമ്പികളാണ്, നിങ്ങൾക്ക് 2 പേർക്കും ഒന്നിച്ചുകൂടെ, DMKയുടെയും AIADMKയുടെയും കാര്യമാണ് പറയുന്നത്. അത്തരത്തിലുള്ളൊരു ലയനമുണ്ടായാൽ അത് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി വിജയുടെ മുൻപിലുണ്ടാകും. അണ്ണാമലയ്ക്കും അത് ശക്തരായ ഒരു എതിരാളിയായി തന്നെ കാണേണ്ടി വരും. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല. ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല. പക്ഷേ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി ഒരു പക്ഷേ തിരുച്ചിയിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ അത്തരത്തിലൊരു നീക്കം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഈ 2 ദ്രാവിഡ കക്ഷികൾക്കും ലഭിച്ചിരിക്കുന്നത് വല്ലാത്തൊരു വൈദ്യുതാഘാതമാണ്, വല്ലാത്തൊരു ഞെട്ടലാണ്. അവർ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. പ്രതീക്ഷിക്കാത്ത തിരിച്ചടി എന്നുള്ളത് തോൽവി കൊണ്ട് മാത്രമല്ല. തോൽവികൾ അവർക്ക് സഹജമായൊരു കാര്യമാണ്. തിരഞ്ഞെടുപ്പാകുമ്പോൾ ജയമുണ്ടാകും, തോൽവി ഉണ്ടാകും. പക്ഷേ 5 വർഷമോ 10 വർഷമോ നീ ഭരിച്ചാൽ അടുത്ത 5 വർഷമോ 10 വർഷമോ ഞാൻ ഭരിക്കും. അങ്ങനെ മാറി മാറി അധികാരം കൈമാറി തമിഴ്നാടിനെ സ്വന്തമാക്കി വെച്ചിരുന്ന ഈ 2 രാഷ്ട്രീയ കക്ഷികൾക്ക് മുൻപിൽ പുതിയൊരു ശക്തിയായി, പുതിയൊരു ജനത്തിൻ്റെ തിരഞ്ഞെടുപ്പായി ഉയർന്നു വന്നിരിക്കുന്നതാണ് TVK. തമിഴക വെട്രി കഴകമല്ല ഇവിടെ പ്രശ്നം. ജനം അത്തരത്തിനൊരു തിരഞ്ഞെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അണ്ണാമലൈ പോലൊരു ശക്തി രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ഉദയം ചെയ്താൽ DMKയുടെയും AIADMKയുടെയും പ്രസക്തി തമിഴ്നാട്ടിൽ ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിൽ അണ്ണാമലൈ രാഷ്ട്രീയ കളത്തിൽ പോരാട്ടവുമായി ഇറങ്ങുമോ, തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് ഇറങ്ങുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പാണ്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. പക്ഷേ എൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് വരുവാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലായിരിക്കും അണ്ണാമലൈ തൻ്റെ ശക്തി പ്രകടിപ്പിക്കുക. വിജയ് വേഴ്സസ് അണ്ണാമലൈ എന്നുള്ള തരത്തിലേക്ക് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായി മാറുക. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിൽ ഉരുവെടുത്ത് വരികയാണെങ്കിൽ
തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഏതാണ്ട് പൂർണ്ണമായും മാറ്റപ്പെടുവാനുള്ള അല്ലെങ്കിൽ മാറി മറിയുവാനുള്ള ഒരു സാധ്യത അവിടെ തുടങ്ങും. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, കാരണം ഇത്തരത്തിലുള്ള തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രേക്ഷകർക്കും ഒരുപാട് താല്പര്യങ്ങളുണ്ടാകും. കാരണം തെക്കേ ഇന്ത്യയുടെ ഭാഗമാണല്ലോ കേരളം. കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ തുടക്കം എവിടെ നിന്നായിരിക്കും? ഇത്തരം കാര്യങ്ങളിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.